ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യത്തോടെ കടന്നു വന്നതായ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനം ഏറ്റവും അനുഗ്രഹപ്രദമാണ്. അത് കേൾക്കുന്നതും വിശ്വസിക്കുന്നതും അതിലൂടെ നമ്മൾ ജീവിക്കുന്നതും. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവത്തോടു കൂടെ ആയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പ്രവാചകനായ അവിടെ യെശയ്യാവ് അദ്ദേഹം എഴുതിയതായ പുസ്തകത്തിലെ 21-ാം അധ്യായം അതിലെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം, കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേയിരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കാമെങ്കിൽ ചോദിച്ചു കൊള്ളുവിൻ, പോയി വരുവിൻ എന്ന് പറയുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ വചനങ്ങളാൽ ഇന്ന് ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. ആത്മീയമായ ബലം നൽകണമേ, ശക്തി നൽകണമേ. അവിടുത്തെ അനുഗ്രഹം ഞങ്ങളിൽ പകർന്നുകൊണ്ട് ഞങ്ങൾ വീഴാതെ വണ്ണം കർത്താവെ നിൽക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കരം നീട്ടി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, രാത്രി കഴിയാറായി. ഇതാ കാവൽക്കാരൻ വിളിച്ചു പറയുന്നു, രാത്രി കഴിയാറായി, പകൽ വന്നിരിക്കുന്നു എന്ന്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം ഇവിടെ കാവൽക്കാരനോട് ചോദിക്കുന്നു, രാത്രി എന്താ എന്ന്. അവിടെ പ്രവാചകൻ്റെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ നാളുകളിൽ രാത്രി കഴിയാറായി. ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങൾ, ഇരുട്ടിൻ്റെ എതിർപ്പുകൾ ഇവയൊക്കെയും തീരാൻ പോവുകയാണ്. വെളിച്ചം വരാൻ പോകുന്നു. കർത്താവായ യേശുവിനെക്കുറിച്ച് നമ്മുടെ നക്ഷത്രമായ അല്ലെങ്കിൽ സൂര്യപ്രഭ പോലെ ശോഭിക്കുന്ന നമ്മുടെ നല്ലവനായ ദൈവത്തെക്കുറിച്ച് ആ ദൈവം ഏകദേശം നമ്മുടെ അടുക്കൽ തന്നെ വന്നിരിക്കുവാൻ ഇതാ സമാഗതമായിരിക്കുന്ന ഒരു സമയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ചോദിക്കുന്നത്, കാവൽക്കാരൻ ഉത്തരം പറയുന്നു, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, ചോദിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചു കൊള്ളുവിൻ എന്നാണ് പറയുന്നത്. ഈ സന്ദർഭം ബാബേലിൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ളതും അതുപോലെ ഏതും ദീർഘദിശയിലെ പരിഹാസികളെ കൊണ്ട് അവരെ ഉത്സാഹിപ്പിക്കുന്നതുമായ ഒരു സന്ദർഭം, അറബി ദേശത്തിൻ്റെ ആപത്തിന് നിശ്ചയിക്കപ്പെട്ട കാലത്തെക്കുറിച്ചുള്ള സന്ദർഭമാണെങ്കിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭൂമിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കാവൽമാടം പോലെ ആടിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രവാചകന്മാരിലൂടെ നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങൾ ഈ നാളുകളിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. നമുക്കറിയാം, പോംപോയിലെ ജനങ്ങൾ വലിയ അഗ്നിപർവ്വതത്തിൻ്റെ നിഴലിലാണ് അവർ താമസിച്ചിരുന്നത്. പതിവായി നടന്നിരുന്നതായ ചെറിയ കമ്പനങ്ങൾ അവരുടെ പട്ടണത്തിലുണ്ടായ വലിയ നാശത്തിലേക്കുള്ള മുന്നറിയിപ്പാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ദൈവത്തിൽ നമ്മൾ ലഭിക്കപ്പെടുന്ന, ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിലൂടെ ലഭിക്കപ്പെടുന്നതായ മുന്നറിയിപ്പുകൾ അത് ഈ തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെടുകയാണ്. നമ്മളത് എങ്ങനെയാണ് ഉൾക്കൊണ്ടുകൊണ്ട് ആ ആപത്തിൽ നിന്ന് മാറിപ്പോകുന്നത്? ലോത്തിനെ വിളിച്ച് ആ മലയിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞതുപോലെ, അതുപോലെ നോഹയോടും കുടുംബത്തോടും പെട്ടകത്തിൽ കയറാൻ പറഞ്ഞതുപോലെ, 120 വർഷം പ്രസംഗിച്ചതുപോലെ ഇന്നും ദൈവവചനം ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ സാമ്രാജ്യം അതിൻ്റെ തകർച്ചയിലേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രം പരിശോധിക്കുമ്പോൾ AD 79 ആ വൻ നാശത്തിൻ്റെ ദിവസം റോമൻ കടൽ തീര പട്ടണമായ പോംപോയിൽ എന്നാണ് ഏറ്റവും ഭീതിജനകമായ പ്രകൃതി ദുരന്തമുണ്ടായതായി കാണുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തു പോകുന്നതിന് മുമ്പേ നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹവാനായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുകൊണ്ട് ഒരുക്കാൻ പോകുമ്പോൾ ഇവിടെ മനുഷ്യൻ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ മരവിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാതെ, അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ മനസ്സോടെ മറന്നു കളയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അവിടെ 24 മണിക്കൂറുകൾ പോലും എടുക്കാതെ ആ നിത്യ താവളവും പോംപോയിലെ ആ നിത്യ താവളം എന്ത് ചെയ്തു? അതിലെ നിവാസികളും
ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടു. കാരണം അവർക്ക് കൊടുത്ത മുന്നറിയിപ്പുകളൊന്നും അവരെന്ത് ചെയ്തില്ല, അവർ അംഗീകരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ പോംബോയിലെ ജനങ്ങൾ വലിയ അഗ്നിപർവ്വതത്തിൻ്റെ നിഴലിൽ താമസിച്ചിരുന്നത് കൊണ്ട് പതിവായി നടന്നിരുന്ന ചെറിയ കമ്പനങ്ങൾ പോലും അവരെന്ത് ചെയ്തില്ല, അവരതിനെ കാര്യമാക്കിയില്ല. പലപ്പോഴും അത് ചെറുതായിരുന്നു. വലുത് വരാൻ സാധ്യതയുണ്ടായിരുന്ന സമയത്ത് അവർക്ക് അറിയിപ്പിച്ചു കൊടുത്തിട്ട് പോലും അവരതിന് പ്രാധാന്യത കൊടുത്തില്ല എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷമോ ആ നാശത്തിൻ്റെ ദിനം, ആ ദിവസം പാഞ്ഞെത്തി. പ്രിയപ്പെട്ടവരെ, ഏകദേശം എന്താണ് പറയുന്നത്, വളരെ ശാന്തവും മനോഹരവുമായ ഒരു സുപ്രഭാതത്തിൽ വെസൂവിയസ് പർവ്വതം പെട്ടെന്ന് ശക്തിയായി പൊട്ടിത്തെറിച്ചു. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ശിലകൾ അവിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം അവിടെ ശിലകളും ഉരുകിയ കല്ലുകളും ടൺ കണക്കിന് എന്ത് ചെയ്തു, അവിടെ വീഴ്ത്തി. ഭയങ്കരമായ ചൂട് ആയിരക്കണക്കിന് ആൾക്കാരെ തൽക്ഷണം ചാമ്പലാക്കി മാറ്റി. എന്നിട്ടോ മറ്റുള്ളവർ വിഷവാതകങ്ങളാൽ പരവശരാകുകയും പ്രയാസപ്പെടുകയും മരിച്ചു വീഴുകയും ഏതാണ്ട് 20 അടി അഗ്നിപർവ്വതത്തിൻ്റെ ചാരം പൊങ്ങി അവരുടെ ശരീരങ്ങൾ മൂടപ്പെട്ടതായി കാണുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഓർക്കുക, ഇതൊക്കെയും പറയുന്നത് നമ്മുടെ ജീവിത അവസാനം വരെയും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസാനം വരെയും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഏതാണ്ട് 1500 പരം വർഷം ആ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ കിടന്നു. ആരും തൊടാതെ, ആരും അത് അവിടെ ശ്രദ്ധിക്കാതെ മറന്ന് അവിടെ തന്നെ കിടന്നു പോംബോയിലെ ആ പട്ടണം. എന്നാൽ പിന്നീട് സഹോദരങ്ങളെ, ഒരു കൂട്ടം ജോലിക്കാർ ആ പഴയ ചരിത്രം അറിയാതെ, ആ കാര്യങ്ങൾ അറിയാതെ അവിടെ ചെന്ന് അവിടുത്തെ അവശിഷ്ടങ്ങൾ അവിടെ വസ്തുശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു, പരിശോധിച്ചപ്പോൾ വ്യാപകമായ അധാർമികത, ഫോഷ്ക്ക്, അതുപോലെ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ കാണുവാൻ തക്കവണ്ണം സാധിച്ചു. എന്താണ് അവിടെ ദുർവൃത്തിയുടെയും അതിമോഹത്തിൻ്റെയും തെളിവുകൾ ചുവരിലും മനുഷ്യരുടെ അവശിഷ്ടങ്ങൾക്കിടയിലും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നിട്ടോ ചുവരിലുള്ള തെളിവുകൾ സോദോമ്യ പാപത്തിൻ്റെ സുഖവിഷയത്തിൻ്റെയും തെളിവുകൾ വ്യക്തമായി ചിത്രങ്ങളിലൂടെയും കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ പാറകളിലൊക്കെയും ആദി നിവാസികളൊക്കെയും ചിത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. അതുപോലെ ഫോഷ്കിൻ്റേതായ ചിത്രങ്ങളൊക്കെയും മനുഷ്യൻ സ്വന്തം സുഖം നോക്കുകയും ദൈവത്തെ മറക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മറക്കുകയും ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ മറക്കുകയും ചെയ്തതായ ജനമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. സുഖവിഷയത്തിൻ്റെയും തെളിവുകൾ വ്യക്തമാക്കി വരച്ചിരിക്കുന്നതായി കാണാൻ സാധിച്ചു. ആപത്ത് നേരിട്ടവർ തണുത്തുറഞ്ഞ് കിടക്കുന്നതായും അവർക്ക് കാണുവാൻ സാധിച്ചു. കാരണം 20 അടിയോളം പൊക്കത്തിൽ ചാരം ഉണ്ടായിരുന്നപ്പോൾ മനുഷ്യ ശരീരം അങ്ങനെ തന്നെ തണുത്തുറഞ്ഞ് ഉണങ്ങിയതായി അവർക്ക് കാണുവാൻ തക്കവണ്ണം സാധിച്ചു. ചിലർ അവരുടെ വിലപിടിച്ച ആഭരണങ്ങളും നാണയത്തുട്ടുകളും കൈയും മാറോടും ചേർത്ത് പിടിച്ച് അങ്ങനെ മരിച്ച് ഉണങ്ങി ഇരിക്കുന്നതായി അവശിഷ്ടം കാണുവാൻ തക്കവണ്ണം സാധിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ എത്രത്തോളം അവരുടെ സമ്പത്തിന് അവർ അടിമയായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം യെശയ്യാവെന്ന പ്രവാചകനിലൂടെ നമ്മളോട് വിളിച്ച് ചോദിക്കുന്നു, കാവൽക്കാരാ രാത്രി എന്തായി? കാവൽക്കാരൻ മറുപടി പറയുന്നു, രാത്രിയും പകലും വന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, പോംബോയിലെ ജനങ്ങൾ നാശത്തെക്കുറിച്ചുള്ള പല മുന്നറിയിപ്പുകളും നേരത്തെ കേട്ടിരുന്നതാണ് എന്ന് സത്യം, അത് ചരിത്രം ആവർത്തിച്ചു പറയുന്നു. ആ മുന്നറിയിപ്പുകളെ ദൈവം പറയുന്നു, ഞാൻ ഇതാ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ പലരും ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കാതെ, ദൈവകൃപയിൽ ആശ്രയിക്കാതെ അവർ മറന്നു പോകുന്നു മനസ്സോടെ എന്ന് കാണുവാൻ സാധിക്കും. പല മുന്നറിയിപ്പുകളും കേട്ടിരുന്നതാണ്, എന്നാൽ അവർ അതിൽ ശ്രദ്ധിക്കാത്തതിൽ അവർ നശിച്ചുപോയി. അതുപോലെ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ സമയത്ത് ആ സമയത്തും ഇതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പല നാശങ്ങളും നടക്കുമെന്നുള്ളതിൻ്റെ പ്രവചനങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും, അല്ലേ? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, മലാക്കി പ്രവാചകൻ പറയുന്നു. ആമോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നു, സുവിശേഷങ്ങളിൽ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു
ഇല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ആരും എന്നെ കുത്തിത്തുളച്ചവനും എന്നെ കാണും, അല്ലെങ്കിൽ അവനെ കാണുമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കെ വലിയ ദൂതുകൾ അതിൻ്റെ മുന്നറിയിപ്പായി ഇതാ വലിയ വലിയ ഈ ഇതുപോലുള്ള മാധ്യമങ്ങളിലൂടെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലരും അതിന് അടിമകളാകുമ്പോൾ അവർ അവരുടെ ലോകപ്രകാരമുള്ള സമ്പത്തിനെ മുറുകെ പിടിച്ചിരിക്കും. കർത്താവിനായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ മടങ്ങിവരവ് മഹത്വകരമായിരിക്കുമെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക, കർത്താവിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. അവർ അന്ന് അവരുടെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് ഉയർത്തി ആനന്ദ പുളകിതരായി തീരുമെന്നുള്ളതാണ്. നമുക്കും അപ്രകാരം ഒരു ജീവിതം ആവശ്യമായിരിക്കുന്നുണ്ടോ? പ്രിയരെ, കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് അത് ഏറ്റവും ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. അത് സംഭവിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഇനി കൃപയുടെ കാലം അവസാനിക്കുമ്പോൾ അഴുക്കാടുന്നവൻ അഴുക്കാടിക്കൊണ്ട് തന്നെ ഇരിക്കും, നന്മ ചെയ്യുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഒരു ദിവസം ഒരു മാറ്റമുണ്ടാകുകയില്ല. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് സമയം, ഇതാണ് മനസ്സിൻ്റെ മാറ്റത്തിനുള്ള സമയം. അതുകൊണ്ട് അതുപോലത്തെ ഒരു സംഭവമാണ് 2011 ജപ്പാൻ്റെ വടക്ക് കിഴക്കൻ തീരത്ത് വലിയ സുനാമി വരാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്ത് അവരോട് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകുവാൻ അവിടെ മൈക്ക് അനൗൺസ്മെൻ്റ് ചെയ്ത് പോലീസും മറ്റ് പട്ടാള പ്രവർത്തകരും പോലീസ് മേധാവികളും ശബ്ദമുഖരിതമായ അവിടെ കുഴൽ വാദ്യങ്ങളെല്ലാം മുഴക്കി ജനങ്ങളെ അവരുടെ ജീവന് വേണ്ടി എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെടാൻ ആഹ്വാനം ചെയ്തു. ആ മുന്നറിയിപ്പുകൾക്ക് ശ്രദ്ധ കൊടുക്കാത്തതിൽ അവർ നാശത്തിന് അടിമകളായി തീർന്നതായി കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ജനം ധാർഷ്ട്യമുള്ളവരും അഹങ്കാരികളും ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടാത്തവരും ആയിത്തീർന്നിരിക്കുന്ന ഒരു വലിയ ഒരു ആപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ വേദപുസ്തകം വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നു. ആ നാശം ഒരു സ്ഥലത്ത് മാത്രമല്ല, ഈ ഭൂഗോളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കത്തക്ക രീതിയിൽ നാശം ഉണ്ടാകുവാൻ പോകുന്നു. ആ സംഭവത്തിൻ്റെ കൃത്യസമയം ആർക്കും പ്രവചിക്കുവാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അത് വലിയ ശക്തിയോടുകൂടെ എല്ലാവരെയും ഭീതിപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ വരും. അപകടങ്ങൾ ഈ നാളുകളിൽ കാണപ്പെടുന്നത് പെട്ടെന്ന് വരുന്നതാ. പെട്ടെന്ന് ജലപ്രളയം, പെട്ടെന്ന് ഭൂകമ്പം, പെട്ടെന്ന് സുനാമി. ഇപ്രകാരം മനുഷ്യന് ഒന്ന് ഓർത്തെടുക്കുവാൻ, ഒന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം പറ്റാതെ ചൈനയിലെ ഒരു പട്ടണത്തിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ തൻ്റെ ഭാര്യയും 2-3 മക്കളും വീടിനകത്തിരുന്നപ്പോൾ അയാൾ പുറത്തു നിന്ന് ഉറക്കെ അലറി വിളിച്ചു, വേഗം കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്തു വാ എന്ന് പറഞ്ഞു. അവൾ മക്കളെയും എടുത്തുകൊണ്ട് പുറത്തു വന്നു. ഉടനെ തന്നെ കാറിൽ കയറി ദൂരെയുള്ള വലിയൊരു മലയുടെ മുകളിലേക്ക് കാർ ഓടിച്ചു പോയി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സുനാമി വന്നു പോയി. അവർ കുടുംബം തിരിച്ചു വന്നു. ആ സഹോദരൻ്റെ ഭാര്യ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞു, എന്തായാലും സമ്പത്തിനേക്കാളും ധനത്തിനേക്കാളും ഭവനത്തിനേക്കാളും ജീവനാണ് വലുത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആഹാരത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ഉടുപ്പിനേക്കാൾ ശരീരവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് അവർ പറഞ്ഞതായ സാക്ഷ്യം അവരുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരും അത് ശ്രദ്ധിച്ചില്ല, ആ വിളി കേട്ടില്ല, ആ അനൗൺസ്മെൻറ്റ് കേട്ടില്ല. അവരെല്ലാവരും വെള്ളത്തിനടിയിൽ അവരുടെ ശ്വാസം മുട്ടി മരിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 3 വരെ. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്നു, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കൈക്കുമ്പിളിൽ തന്നെ എല്ലാം അറിയാനുള്ള സൗകര്യവുമുണ്ടല്ലോ. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതല്ല. അവർ പറയും, പേടിക്കണ്ട, ഇതൊക്കെ ഉണ്ടാകും, ഇതൊക്കെ ഉള്ളത് തന്നെ. അന്നും ഉണ്ടായി ഭൂകമ്പം. പ്രിയപ്പെട്ടവരെ, 2005 ഉണ്ടായ ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവല്ല ഇപ്പോഴുണ്ടാകുന്ന ഭൂകമ്പത്തിൻ്റേത്. അന്നുണ്ടായ സുനാമിയുടെ അളവല്ല ഇന്നത്തേത്. അന്നുണ്ടായതായ പ്രകൃതിക്ഷോഭങ്ങളുടെ അളവല്ല ഇന്ന്. അന്നുണ്ടായ മരണങ്ങളെക്കാളും പല രാജ്യങ്ങളും മരണത്തിൻ്റെ കണക്ക് പുറത്തുവിടുന്നില്ല.
കോവിഡ് വന്ന് തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നഷ്ടപ്പെട്ടതായും ജീവിതത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നതായും കാണുന്നു. വാക്സിൻ എടുത്തത് മൂലം അനവധി ആളുകൾ പ്രതിസന്ധിയും പ്രയാസങ്ങളും അനുഭവിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനിയും പേര് പറയാത്തതായ പലവിധമാകുന്ന സാംക്രമിക രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കുന്നു. നോഹയുടെ കാലത്തിന് ശേഷം മനുഷ്യൻ്റെ പൊക്കവും മനുഷ്യൻ്റെ ജീവൻ്റെ ആയുസ്സും വളരെ കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ ആയുസ്സിന് വരെ വലിയ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? മനുഷ്യൻ ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിൻ്റെ പ്രാധാന്യത അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് കഷ്ടവും പ്രയാസവുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സൃഷ്ടിച്ചതായ ആദ്യ മനുഷ്യന് 930 വർഷം ജീവിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോഹയുടെ ജലപ്രളയത്തിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു? മനുഷ്യൻ മാംസബുക്കായി തീർന്നു. മനുഷ്യൻ മാംസം കഴിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ മനുഷ്യൻ അധാർമികത പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിക്കുവാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യൻ്റെ ആയുസ്സും മനുഷ്യൻ്റെ ശാരീരിക ഘടനകൾക്കെല്ലാം വ്യത്യാസം ഉണ്ടായതായി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഒരുങ്ങിയിരിക്കുക, ഉണർന്നും ഒരുങ്ങിയും ഇരിക്കുക എന്നുള്ളതാണ്. ഭൂമിയിലെ അവസാന സംഭവങ്ങൾ നിങ്ങൾക്കൊരു മർമ്മമായിരിക്കുകയില്ല. ഉണർന്നും ഒരുങ്ങിയും ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വരവ് കള്ളൻ്റെ വരവ് പോലെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉണർന്നും ഒരുങ്ങിയും ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വരവ് കള്ളൻ്റെ വരവ് പോലെ അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിലും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധത്തോടും ഇരിക്കുക. അപ്പോൾ ഉറങ്ങാതെ ഉണർന്നും സുബോധത്തോടും ഇരിക്കുക. കള്ളൻ വരുന്നത് അറിയാതിരുന്നു കഴിഞ്ഞാൽ ഭവനത്തെ കൊള്ളയിടും എന്ന് മനസ്സിലാക്കി നമ്മൾ ഉണർന്നും സുബോധത്തോടും ഇരിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രാധാന്യത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കണം, ധ്യാനിക്കണം, മനുഷ്യരെ സഹായിക്കണം, കഷ്ടത്തിലിരിക്കുന്നവരെ സഹായിക്കണം, പ്രതിസന്ധിയിലായിരിക്കുന്നവരെ സഹായിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൂട്ടായ്മകളിൽ സമർപ്പണത്തോടെ സാക്ഷ്യമുള്ളവരായി ജീവിക്കണമെന്ന് ഈ നാളുകളിൽ ദൈവം നമ്മൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 2-3 വാക്യം ഇങ്ങനെ പറയുന്നു, അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നില്ലേ? ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ എന്ന് ദൈവം നമ്മളോട് ചോദിക്കുക. എന്താ സഹോദര ഇതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നതായ അടയാളം പോംബോയിലെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ദൈവസന്നിധിയിൽ നാം മനസ്സിലാക്കുക, പോംബോയിലെ ജനങ്ങൾക്കുണ്ടായതായ ആ പ്രതികൂലമായ സാഹചര്യം അത് നാം മനസ്സിലാക്കണം. രാത്രി മുഴുവൻ ഉറക്കം വെടിഞ്ഞിരുന്ന് വരാനിരിക്കുന്ന നാശത്തെ നേരിടണമെന്നല്ല ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്താണ് പിന്നെ ഈ തിരുവെഴുത്തുകൾ പറയുന്നത്? കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ മുന്നറിയിപ്പിൻ്റെ ഒരു യന്ത്രം ഘടിപ്പിച്ച് വരാനിരിക്കുന്ന നാശത്തെ കാത്തിരിക്കുക എന്നുള്ളതല്ല. സുനാമി വരുന്നെന്ന് അറിയാൻ വേണ്ടി ഒരു യന്ത്രം വെച്ചിട്ടുണ്ട്. അതുപോലെയാണോ യേശുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നത്? നാം മനസ്സിലാക്കുക, സുബോധമുള്ളവരായിരിക്കുക, ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. അതാണ് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ പിന്നെയോ വിശുദ്ധ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ പഠിച്ച് കർത്താവിൻ്റെ വരവ് എത്രമാത്രം അടുത്തെന്ന് അറിയുന്നവർക്ക് ഇത് ഏറ്റവും നല്ല ഒരു സൗഭാഗ്യമായ സമയമായിരിക്കും. അതാണ് ഇന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പോംബോയിലെയും അവിടെ ജപ്പാനിലെ ജനങ്ങൾക്കുണ്ടായതുമായ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നുള്ള
ഒരു സഹോദരിയെ എനിക്കറിയാം, മണവാളക്കുറിച്ചിക്കടുത്ത്. ആ സഹോദരിക്ക് ഒരു കാല് ചെറുതും ഒരു കാല് വലുതുമാണ്. അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ ഭർത്താവ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന സഹോദരനാണ്. അവർ മീൻ പിടിച്ചിട്ട് വന്ന് കടൽക്കരയിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് സുനാമി വന്നത്. അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് ഓടിക്കയറാതെ അടുത്ത ടെറസ് വീട്ടിലേക്ക് ഓടിക്കയറി. എന്നാൽ ഈ സഹോദരി വീട്ടിൻ്റെ വെളിയിൽ നിൽക്കുകയായിരുന്നു. അവർ ആ ജനൽ കമ്പികളിൽ വെള്ളം കയറി വന്നപ്പോൾ ഇറുകി പിടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ സഹോദരിയുടെ ഭർത്താവ് വേറൊരു വീട്ടിലേക്ക് ഓടിക്കയറി. ഭാര്യയെ ഒന്നും നോക്കാതെ ലഭിക്കപ്പെട്ട വീട്ടിലേക്ക് ഓടിക്കയറി. ആ വീട് മുഴുവനും കടലെടുത്തു കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി ആ കമ്പിയിൽ ഉറക്കപ്പിടിച്ചിരുന്നു. ആ മുന്നറിയിപ്പ് മനസ്സിലാക്കി വിളിച്ചു പറഞ്ഞ് ശബ്ദം കേട്ട് അവൾ ആ കമ്പിയിൽ ഉറക്കപ്പിടിച്ച് അങ്ങനെ നിന്ന് അവൾ രക്ഷപ്പെട്ടു. മണവാളക്കുറിച്ചിയിൽ ഞാൻ ചെന്ന് കാണുവാൻ തക്കവണ്ണം സാധ്യമായി അടുക്കിയിട്ടിരിക്കുന്നതായ മൃതദേഹങ്ങൾ, ഒരുമിച്ച് കുഴിച്ചിടപ്പെട്ടതായ മൃതദേഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ അന്ത്യനാളുകളിൽ പ്രകൃതി പോലും വ്യത്യാസം വരുമെന്നും പലവിധമാകുന്ന അത്ഭുത അടയാളങ്ങൾ പ്രകൃതിയിൽ കാണുമെന്ന് ദൈവം പറഞ്ഞിരിക്കുക. ജലപ്രളയം ഉണ്ടാകുമെന്നും സുനാമി ഉണ്ടാകുമെന്നും കടൽ ശോഭിക്കുമെന്നും ഒക്കെയും പറഞ്ഞിരിക്കുന്നു. മൃഗങ്ങളിൽ പോലും പല രീതിയിൽ ഇനി മൃഗങ്ങളുടെ പേര് പറഞ്ഞ് ഒരു അസുഖം വരാനില്ല, പച്ചക്കറിയുടെ പേരിൽ ഒരു അസുഖം വരാനില്ല. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം അണുക്കൾ വരുന്നതായ ഒരവസ്ഥ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലും ഒരു മുന്നറിയിപ്പാണ്. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എപ്രകാരം നാം ആയിരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 17:32 വാക്യത്തിൽ, അതുകൊണ്ട് ലോത്തിനോടും കുടുംബത്തോടും ദൂതൻ പറഞ്ഞത്, സോദോമിൻ്റെ നാശത്തിൽ നിന്ന് ഓടുമ്പോൾ പിൻപോട്ട് നോക്കുക പോലും ചെയ്യരുതെന്ന്. ലോത്തിൻ്റെ ഭാര്യ അത് കാര്യമായി എടുത്തില്ല, അതിനാൽ അവൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശാന്തമായി മുന്നറിയിപ്പ് നൽകിയത്, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24 അധ്യായം നിങ്ങളെല്ലാം വായിക്കണം കേട്ടോ. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുക. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ല ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, ഇന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞില്ല, അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ വിവാഹം നോക്കുക, അതുപോലെ ആയിരിക്കുക. സാധാരണ വിവാഹം പോലെയൊന്നുമല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്ക തന്നെ ആയിരിക്കുക. അന്ന് നോഹ അപ്പച്ചൻ പ്രസംഗിച്ചപ്പോൾ കിറുക്കനെന്ന് പറഞ്ഞു. ഇന്ന് പലരും ഈ ഉപദേശം പറയുമ്പോൾ കിറുക്കനെന്ന് പറയുക. പെട്ടകം വെച്ചതിനെയും കിറുക്കനെന്ന് പറഞ്ഞു. ശബത്തിൽ ആരാധനയ്ക്ക് പോകുന്നവരെയും ആരാധന സ്ഥലങ്ങളെയും അത് ഇല്ല കള്ളമാണെന്നൊക്കെ പറയുന്നു. പക്ഷേ സത്യമെന്തെന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കിയാൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ചേരുവാൻ സാധിക്കും. അപ്രകാരം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടുന്ന് നൽകിയ ഈ വചനത്തിനായി സ്തോത്രം. ഈ കുടുംബത്തെയും അനുഗ്രഹിക്കണം, ആത്മീയമായി ഉറച്ചു നൽകണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളേവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.